ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ദാനിയേലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ദാനിയേലിൻ്റെ കൂട്ടത്തിൽ 3 പേരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ബാബേൽ രാജാവ് ഇസ്രായേലിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ അവർ വിദ്വാൻമാരാണ്, കഴിവുള്ളവരാണ്, രാജകുമാരന്മാരായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വേലയ്ക്ക് അവരെ പഠിപ്പിക്കുവാനായിട്ട് രാജാവ് കൽപ്പിച്ചത്. അത് ദാനിയേലിൻ്റെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡാധിപന്മാരിൽ പ്രധാനിയായ അസ്ബനസിനോടും ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ രാജകുമാരന്മാരും നല്ല സൗകര്യമായിട്ട് ജീവിച്ചവരും രാജഭോജനം കഴിച്ചു വന്നിരുന്നവരും അതുപോലെ തന്നെ വിദ്യയിൽ ഏറ്റവും മുമ്പരുമായിട്ടുള്ള ചിലരെയാണ് ഈ അടിമകളായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൽദയരുടെ ഭാഷ പഠിപ്പിക്കുവാനും രാജാവിന് സെർവൻസായിട്ട് അവിടെ നിർത്തുവാനും രാജാവ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. എന്നാൽ ഇതിൽ അനേക ബാലന്മാരെ അവിടെ കൊണ്ടുവന്നു. എന്നാൽ ഇതിൽ 4 പേര്, ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്, ഇതിൽ 4 പേര് ഒരു കാര്യം തീരുമാനിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അശര്യാവ് എന്ന യഹൂദപുത്രന്മാരുണ്ടായിരുന്നു. അവർ രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഈ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. അവരുടെ തീരുമാനമാണത് കണ്ടത്. 3 പേരുടെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഈ ശദ്രക്ക്, മേശക്കും, അബേദ്നെഗോവും അവരും തീരുമാനിച്ചു, ഞങ്ങൾ രാജഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കത്തില്ല. അവരുടെ തീരുമാനം ദൈവം മാനിച്ചു. ഒന്നാമതായിട്ട് അവരുടെ തീരുമാനം, ഞങ്ങൾ ഈ ദൈവത്തെ മാത്രം സേവിക്കും, ഞങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നുള്ളത് അവർ തീരുമാനിച്ചു. അതിനുശേഷം അവർ ധൈര്യത്തോടുകൂടെ, രണ്ടാമതായിട്ട് അവർ ധൈര്യത്തോടുകൂടെ രാജാവിനോട്, ഷണ്ഡാധിപന്മാരോട് പറയുന്നു, ബെൽശസ്സറിനോട് പറയാണ്, അടിയങ്ങളെ 10 ദിവസമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനും ദാനിയേലിനോടൊപ്പം തന്നെ വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് കൽപ്പനകളെ പ്രമാണിക്കുന്ന ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും. രണ്ടാമതായിട്ട് ഭയമില്ലാതെ കർത്താവിനെ സേവിക്കുന്ന ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശ്വാസമുള്ള ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും ദാനിയേലും. അവിടെ അവർ 10 ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം ദൈവം മാനിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വരുന്ന സകല ബാലന്മാരുടെയും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളതും എന്ന് കണ്ടു. നാലാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ദൈവം അവരുടെ തീരുമാനത്തെ മാനിക്കുന്നു. ദൈവം മാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അവരുടെ തീരുമാനത്തെ മാനിക്കുക മാത്രമല്ല, അവർ മറ്റുള്ളവരെക്കാൾ അഴകുള്ളവരായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് രാജാവിൻ്റെ മുമ്പാകെ രാജാവിൻ്റെ മുമ്പാകെ അവർ ശ്രേഷ്ഠരെന്ന് കാണുവാനായിട്ട് സാധിക്കും. 19-ാം വാക്യത്തിൽ നാം അതാണ് കണ്ടത്. രാജാവ് അവരോട് സംസാരിച്ചറിയാം, എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അശര്യാവ് എന്നിവർക്ക് തുല്യരായി ഒരുത്തിനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. ദൈവം തന്നെത്താൻ താഴ്ത്തുന്നവരെ ഉയർത്തുന്നവനായ ദൈവം ഇവരെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ മറ്റുള്ളവരെക്കാൾ എല്ലാവരിലും മേന്മയുള്ളവരായിട്ട് തീരുവാനായിട്ട് ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അശര്യാവിനും സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 20-ാം വാക്യത്തിൽ നാം കണ്ട്, രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചാൽ ഒക്കെയും അവരെ തൻ്റെ രാജ്യത്ത് എല്ലായിടമുള്ള സകല മന്ത്രവാദികളിലും അഭിചാരകന്മാരിലും 10 ഇരട്ടി വിശേഷന്മാരെന്ന് കണ്ടു.
അവരുടെ വിശ്വാസത്തെ മാനിച്ച ദൈവം അവരെ മറ്റുള്ളവരിലും മേന്മയുള്ളവരാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 10 ഇരട്ടി വിശിഷ്യന്മാരെന്ന് കണ്ടിട്ട് ദൈവം രാജാവ് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് തന്നെത്താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഒരു തീരുമാനമെടുത്താൽ, ഒന്നാമതായിട്ട് നമുക്ക് ഇവരെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലിനെ കുറിച്ച് കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു തീരുമാനം എടുക്കുന്നു. രണ്ടാമതായിട്ട് കാണുന്നത് അവർ തങ്ങളെ തന്നെ വിശുദ്ധരായിട്ട് തങ്ങളെ തന്നെ സൂക്ഷിക്കുമെന്ന് അവർ തീരുമാനിച്ചു. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. തന്നെത്താൻ വിശുദ്ധരായി ജീവിക്കുമെന്ന് അവർ തീരുമാനിച്ചു. അവരുടെ തീരുമാനം അങ്ങനെയായിരുന്നു. മൂന്നാമതായിട്ട് അവർ രാജാവിനെയോ രാജാവിൻ്റെ കൽപ്പനകളെ ഭയപ്പെടാതിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് അവർ ആ കാര്യം ബെൽശസ്സറിനോട് പറഞ്ഞ് അവരുടെ വളരെ വിവേകമായിട്ട് ബെൽശസ്സറിനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നു. അഞ്ചാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ദൈവം അവരുടെ തീരുമാനത്തെ, അവരുടെ വിശ്വാസത്തെ മാനിച്ചു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തുന്നതായിട്ട് അവരെ കാണുവാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ബെൽശസ്സറുടെയും മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കാരണം അവർ മറ്റുള്ളവരിൽ നിന്ന് 10 ഇരട്ടി എന്നുള്ളത് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപാകെ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമായിട്ട് കാണുവാനും കർത്താവിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധരായിട്ട് സൂക്ഷിക്കുവാനും മാത്രമല്ല, നാം വിശ്വാസത്തോടു കൂടി, നമ്മുടെ കർത്താവ് ജീവനുള്ളവനാണ്, അവൻ വിശ്വാസമെന്നും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കാണാത്ത കാര്യങ്ങളിൽ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ, വരുന്ന ദിവസങ്ങളിൽ ചില കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുവാനും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കാണുവാനായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം മുൻകൈയെടുത്താൽ, നാം ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ കർത്താവ് അകന്നു മാറുന്നവനല്ല. നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മോട് അടുത്ത് വരുന്ന കർത്താവാണ് എന്ന് നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ ലജ്ജിപ്പിക്കുകയല്ല, അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുവാൻ കഴിവുള്ള കർത്താവ് മറ്റുള്ളവരുടെ മുമ്പാകെ അവരെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും ദാനിയേലിൻ്റെയും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം ജീവിക്കുന്നുകൊണ്ട് നമ്മൾക്കും ഈ കർത്താവിനെ സേവിച്ചുകൊണ്ട്, ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം വേർപെട്ട് ജീവിപ്പാൻ, വിശുദ്ധരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.